ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പലഹാരമാണ് കേട്ടോ. വൈകുന്നേരം ചായക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടി ക്യാരറ്റ്, നേന്ത്രപ്പഴം കഷ്ണം വെട്ടിയിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അതിനുശേഷം ശർക്കര ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പഴം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. പിന്നെ ക്യാരറ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം തേങ്ങ ചിരകി എടുക്കണം. തേങ്ങ നന്നായി ചിരകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കര ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളകി ചേരണം. അപ്പോൾ ഒന്ന് കുറുകി വരും ശർക്കരയും തേങ്ങയും കൂടി. അപ്പോൾ അതെടുത്ത് മാറ്റുക. പിന്നെ അതിലേക്ക് ചേർക്കാൻ ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഒന്ന് ഇലയിൽ പരത്തിയെടുക്കണം. അപ്പം നല്ല കട്ടിയിലൊന്ന് പരത്തിയെടുക്കുക. അതിൻ്റെ മുകൾക്ക് ശർക്കരയും തേങ്ങയും കൂടി ഉള്ളത് മിക്സ് അതും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പഴത്തിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സും കൂടി ഒന്നും കൂടി മറ്റൊരു ഇലയിൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടി. അപ്പോൾ ഇല നമുക്ക് മാറ്റിയപ്പോൾ നല്ല വേവായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പലഹാരമാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പം താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.